ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ, ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചന ഈ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവ് അനുവദിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുതകുന്ന ദൈവിക ചിന്തകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മ നിയോഗത്തിൽ നൽകപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന് തണുപ്പും ആത്മീക ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതുമായി ഹൃദയംഗമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുമാർ അനുഭവിക്കുമാർ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നൽകിത്തരുന്ന എല്ലാ കൃപയ്ക്കും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം ഇന്നും ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാതാരബിന്ദത്തിൽ അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് തൽപരരായ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് കടക്കട്ടെ. ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം 48-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്. 48-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൻ്റെ നഗരത്തിൽ, ആ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. യെരുശലേമിനെയാണ് ദൈവത്തിൻ്റെ നഗരമെന്നും വിശുദ്ധ പർവ്വതമെന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ് എന്നെഴുതിയിരിക്കുന്ന ഈ വാക്യം ഒരു യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നതാണ്. യെരുശലേമിൽ ദൈവം വലിയവനായതുകൊണ്ട്, ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ദൈവം അത്യന്ത സ്തുത്യനായതുകൊണ്ട്, ഇവിടെ ഇന്ത്യയിലോ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തോ പാർക്കുന്ന മലയാളം മനസ്സിലാകുന്ന എനിക്കും നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഈ വാക്യം വിശുദ്ധ ബൈബിളിൽ എഴുതി കിട്ടിയതുകൊണ്ട് നമ്മളെന്ത് വിചാരിക്കണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായോ എന്ന് എനിക്കറിയില്ല. ഇത് വായിച്ചപ്പോൾ ആദ്യം ഉണ്ടായത് എനിക്കങ്ങനാണ്. ഞാനതിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വചനത്തിലൂടെ എന്നോട് ഇടപെടും. വചനം ആളത്തം പ്രാപിച്ച് എൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് യെരുശലേമും ദൈവത്തിൻ്റെ പർവ്വതമൊക്കെ അങ്ങ് അകലെയല്ലേ, അത് മാറ്റിവെക്ക്. എന്നിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു. ആ ചോദ്യം ഞാൻ ഇന്നത്തെ അനുദിന ചിന്തയ്ക്ക് നിങ്ങളിലേക്ക് പകരുകയാണ്. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നഗരത്തിൽ, വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ വലിയവനും സ്തുത്യനുമൊക്കെയാണെന്ന് കോരഹപുത്രന്മാർ എഴുതി വെച്ചല്ലോ. നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ ഞാൻ ആരാണ്? ഞാൻ വലിയവനാണോ? ഞാൻ സ്തുത്യനാണോ? ഒറ്റ വാക്കിൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ. അയ്യോ, എന്നെ ഈ പറയുന്ന ദൈവം അങ്ങല്ലേ എല്ലാം, അങ്ങല്ലേ വലിയവൻ. നമ്മൾ കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയിലും സഭായോഗത്തിലും പള്ളിയങ്കണത്തിലൊക്കെ നിന്ന് പറയും, പാടും, ദൈവം വലിയവൻ, ദൈവത്തേക്കാൾ വലിയവൻ വേറെയില്ല, എൻ്റെ ദൈവത്തെ പോൽ വലിയൊരു ദൈവമുണ്ടോ എന്നൊക്കെ പാട്ടിൽ പാടും, പറയുമ്പോൾ പറയും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഭംഗിവാക്കല്ല, ഒരു 10 മിനിറ്റിൻ്റെ പ്രസംഗമല്ല. ചിന്തിക്കാൻ കഴിവുള്ളവനെ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുന്നത് പോലെ ജീവിതം മാറ്റുന്ന സ്വർഗീയ ആലോചനകളും ദൂതുകളുമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകി തരുന്നത്. ആഴമായി ചിന്തിക്കണം. അങ്ങനെ തന്നെയാണോ എന്ന് വിചിന്തനം ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ഡിസ്കസ് ചെയ്യണം. ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങളുടെ ഊണുമേശയിലിരുന്നാണെങ്കിലും ചർച്ച ചെയ്യണം. എന്ത്? ഈ വാക്യത്തെ ഞാൻ ഒരല്പം കൂടി വിശദീകരിക്കുകയാണ്. ദൈവം വേദപുസ്തകത്തിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ദൈവാലയ പരിസരത്ത് ദൈവം അല്ലാതെ പിന്നെ ആരെ ഉയർത്താനുള്ളത്? പക്ഷെ ചോദ്യം, ഈ പർവ്വതത്തിലും നഗരത്തിലും ദൈവം വലിയവനാണ് എന്നെഴുതി അതിന് ഓശാന പാടുന്നതിനേക്കാൾ അപ്പുറം എൻ്റെ വീട്ടിൽ ദൈവം വലിയവനാണോ? എൻ്റെ കുടുംബത്തിൽ, വീട് വേറെ കുടുംബം വേറെ കേട്ടോ, എൻ്റെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ ദൈവം വലിയവനാണോ? എൻ്റെ വീട്ടിൽ ദൈവം വലിയവനാണോ? വലിയവനാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തെ കാണുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത്? എൻ്റെ എപ്പോഴുമുള്ള ചിന്ത, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെ പോലെ
എൻ്റെ ഫാദറും മദറും എൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്. എന്നാൽ ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ദൈവം ആ വീടിനകത്ത് ഒരപ്പനെ പോലെ എൻ്റെ വീട്ടിലുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എപ്പോഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ വീട്ടിലുണ്ട് എന്നത് സത്യം, പക്ഷെ വലിയവനാണോ എന്നതാണ് വിഷയം. ദൈവത്തെ വലുതായി കാണാൻ എൻ്റെ വീട്ടിൽ വേദപുസ്തകത്തിൽ ദൈവം വലിയവനാണെന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ളതല്ല, പാട്ടുകാർ പാട്ടിനകത്തും പ്രഭാഷകർ പ്രഭാഷണത്തിനകത്തും ദൈവം വലിയവനാണെന്ന് പറയുകയും നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുകയും കൈപൊക്കി പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. എൻ്റെ വീട്ടിൽ നിങ്ങളത് ചർച്ച ചെയ്തെങ്കിൽ ഇത് പുറത്തു വരുവുള്ളൂ. ദൈവം വീട്ടിലെപ്പോഴും ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായിട്ടുണ്ട്. ആ ദൈവമാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയവൻ. ഏറ്റവും വലിയവൻ യെരുശലേമിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നഗരത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ദൈവം വലിയവനാണെന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ദൈവം വലിയവനാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ ദൈവം ഇരിക്കുന്ന വീടിനകത്ത് ദൈവത്തിന് വെറുപ്പായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ വീട്ടിൽ വെച്ച് ദൈവത്തെ വലുതായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ദൈവം വിലക്കിയ സാധനങ്ങൾ, ഇത്ര വലിയ ദൈവമുള്ള വീട്ടിനകത്ത് നമ്മൾ ദൈവത്തെ വലുതായി കാണുന്നെങ്കിൽ ആ വീടിനകത്ത് സ്വർഗം വിലക്കിയ സാധനങ്ങൾ കൊണ്ടു ചെല്ലാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തെ ഞാൻ ബൈബിൾ തിരുത്തുമല്ല, നമ്മളിലേക്കൊന്ന് കൊണ്ടുവരണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയവനാണ്. ഒരു വലിയ സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. അപ്പനും അമ്മയ്ക്കും വില കൊടുക്കുന്ന മക്കളാണെങ്കിൽ അവരെ ദുഃഖിപ്പിക്കുകയില്ല, അവരുടെ മനസ്സ് തകരുന്നതൊന്നും ചെയ്യല. കാരണം എൻ്റെ ഫാദറിനെ ഞാൻ വിലയേറിയവനായി കാണുന്നു, എൻ്റെ അമ്മയെ ഞാൻ വിലയേറിയതായി കാണുന്നു. അതുകൊണ്ട് ഒരിക്കലും അവരെ ഭാരപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന ഒന്നിലേക്കും പോകുകയില്ല. എൻ്റെ വീട്ടിൽ ദൈവം വലിയവനായിരിക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. അതിന് ഏത് അതിഥി വന്നാലും, ഏത് കൂട്ടുകാരൻ വന്നാലും, ഏത് ബന്ധുക്കാരൻ വന്നാലും എൻ്റെ ദൈവമാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയവൻ. എൻ്റെ വീട്ടിലെ ഏറ്റവും സ്തുത്യൻ ആരുമല്ല, ദൈവമാണ്. പിള്ളേർ ചിലപ്പോൾ എല്ലാത്തിനും 99% മാർക്ക് മേടിച്ചെന്നിരിക്കും, റാങ്ക് മേടിച്ചെന്നിരിക്കും, പക്ഷേ സ്തുതിയും പുകഴ്ചയൊന്നും അവർക്കല്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും സ്തുത്യൻ ദൈവമാണ്. ഞാൻ ജീവിക്കുന്ന ഈ വീടിനകത്ത് എന്നെ സമാധാനത്തോടെ പാർപ്പിക്കുന്നവൻ, എൻ്റെ കുഞ്ഞുങ്ങളെ മാന്യമായി വളർത്തിയവൻ, അവർക്ക് വിജയിപ്പാൻ കൃപ തന്നവൻ, ജീവിക്കാൻ വേണ്ടതെല്ലാം നൽകി തന്നവൻ, ആ ദൈവമാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും സ്തുതികൾക്ക് യോഗ്യൻ. പ്രശംസ പിടിച്ചു പറ്റാൻ നമ്മളായിട്ടൊന്നും ചെയ്യരുത്, മറ്റൊരാളെ കൊച്ചാക്കുകയും ചെയ്യരുത്. ഈ 2 വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിക്കണം, വിലയിരുത്തണം. എൻ്റെ വീട്ടിൽ ദൈവമാണ് വലിയവൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്തുത്യൻ ദൈവമാണ്. എൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾക്കുള്ളത് എന്താണോ? ഞാൻ വീണ്ടും പറയുന്ന യെരുശലേമിലെ പർവ്വതത്തെക്കുറിച്ചും ആ പട്ടണത്തെക്കുറിച്ചും പറയാനും പാടാനും എളുപ്പമാണ്. പൊതുവായൊരു സ്ഥലത്ത്, ഒരു കൺവെൻഷൻ വേദിയിലോ ഞായറാഴ്ച തോറുമുള്ള ഒരു ചർച്ച് മീറ്റിങ്ങിലോ ഇത് പറയാൻ എളുപ്പമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ചെറിയ ഫ്ലാറ്റിനകത്ത്, എൻ്റെ 5 സെൻറ്റ് ഭൂമി, ഒരു കൊച്ചു വീട്, അതിനകത്ത് എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം ഏറ്റവും സ്തുത്യനാണ്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അത് ദൈവത്തിന് ബോധ്യമാകണം. പറഞ്ഞാൽ പോരാ, ചിന്തിച്ചാൽ പോരാ, മറ്റൊരുത്തിനോട് പറഞ്ഞാൽ പോരാ. നമ്മുടെ ഓരോ ഇടപെടലുകൾക്കകത്ത്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇടപാടുകൾക്കകത്ത്, നമ്മുടെ പെരുമാറ്റത്തിനകത്ത് എൻ്റെ ദൈവം വലിയവനാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകണം. ദൈവത്തിനത് ബോധ്യപ്പെടണം. എന്നാൽ നമ്മൾ വിജയിച്ചു, രക്ഷപ്പെട്ടു. യെരുശലേം ലോകപ്രസിദ്ധമാണ്. അതിന് കാരണം അവിടെ ഏറ്റവും വലിയവൻ ദൈവമാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരും, നിങ്ങളുടെ ചർച്ചക്കാരുടെയും കുടുംബക്കാരുടെ ഇടയിൽ വെച്ച് നിങ്ങൾ ഏറ്റവും ധന്യരുമാകട്ടെ.
അതിനേറ്റവും നല്ല വഴി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വലിയവനായിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ദൈവം സ്തുത്യനായിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളിൽ ഞങ്ങൾക്കുള്ളതിൽ ദൈവം എന്നും എന്നേക്കും വലിയവനായിരിക്കട്ടെ. ദൈവത്തെ ഒരു മൂലയിൽ ഒതുക്കി ദൈവിക ചിന്തകളെ ഏറ്റവും താഴെയിട്ടിട്ട് ഞങ്ങളുടെ ആശയങ്ങൾക്കും ഞങ്ങളുടെ സുഖങ്ങൾക്കും ഏറ്റവും വില കൊടുക്കുന്നെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കഥയില്ലെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. അങ്ങാണ് ഏറ്റവും വലിയവൻ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം വലിയവൻ. അതങ്ങനെ തന്നെ ആയിരിക്കാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് മനസ്സിലാകണമേ, അത് ഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.